തിരുവനന്തപുരം ആമയഴിച്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. രാത്രിയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സ്ഥലത്ത് പ്രത്യേക ലൈറ്റുകളും സ്ഥാപിച്ചു. തോട്ടിലെ തുരങ്കത്തിന് ഇരുവശത്തും ഒപ്പം റെയിൽവേ സ്റ്റേഷനിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും പരിശോധന നടത്തുന്നു. പാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിഷ്ണു, അതായത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം തിരിച്ചു കയറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നേരത്തെ പരിശോധന നടത്തിയ സ്ഥലത്ത് നിന്ന് ഉള്ള വിവരങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, നേരത്തെ നഗരസഭയുടെ ജീവനക്കാർ ഉൾപ്പെടെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവരും ഇപ്പോൾ തിരിച്ചു കയറിയിരിക്കുകയാണ്. ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് സ്കൂബ ഡൈവിംഗിന്റെ ആളുകളും ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചാണ് നിലവിൽ ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനം എന്നുള്ളത് അറിയിക്കാം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ഈ ഒരു ടണലിന്റെ നീളം എന്ന് പറയുന്നത് 100 മീറ്ററിലധികം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഈ സ്കൂബ ഡൈവേഴ്സിന്റെ സംഘം പറയുന്ന ഒരു കാര്യം. ഒരു 40 മീറ്റർ അകത്തേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും വളരെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. ഓക്സിജൻ ലഭ്യത വളരെ കുറവാണ്. മാത്രമല്ല വലിയ ഇരുട്ടാണ് ഇതിന് അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട്. മുട്ടുകുത്തി പോലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ സ്കൂബ ഡൈവേഴ്സ് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഡൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവർക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ സംഘം പറഞ്ഞിരുന്നൊരു കാര്യം, ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരട്ടെ, അതായത് പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്യട്ടെ. മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഡൈവ് ചെയ്ത് പരിശോധന നടത്തി. ഇപ്പൊ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഈ നഗരസഭയുടെ ജീവനക്കാരൊക്കെ കൂടെ അവിടെ കൂടുതൽ കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇവർ കൃത്യമായ ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കും. കാരണം രാത്രിയാണ്, ഈ വെളിച്ചത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നിലവിൽ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് മാൻഹോൾ വരെ ഇവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു 40 മീറ്റർ അകത്തേക്ക് വരെ കയറിയുള്ള പരിശോധനയാണ് നടത്തിയത്. ഈ ടണലിന്റെ മറുഭാഗത്തും എത്തി പരിശോധന നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടെ പരിശോധന നടത്തുന്നതും വലിയ രീതിയിലുള്ള ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശുചീകരണത്തിനായി കരാറ് നൽകിയിരുന്ന തൊഴിലാളികൾ ഇവിടെ എത്തിയ സമയത്താണ് അതിൽ ഈ ജോയി ഒഴുക്കിൽ ഒഴുക്കിൽപ്പെട്ടതിന് ശേഷം ഇത്തരത്തിൽ പിന്നീട് ഫയർഫോഴ്സിന്റെ സംഘം ഉൾപ്പെടെ 11 മണിയോടുകൂടി ഇവിടെ എത്തി ആദ്യം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തിയത്. അതും സാധാരണ ആൾബലം കൊണ്ട് സാധിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഫയർഫോഴ്സിന്റെ സംഘം എത്തി ഇത് മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. ഇത് ഇത്തരത്തിൽ, അതായത് ഈ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭൂരിഭാഗ സമയം പോയതും ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെയാണ്. സാധാരണ ആരെങ്കിലും ഒഴുക്കിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫയർഫോഴ്സിന്റെ സംഘം ഉൾപ്പെടെ എത്തി രക്ഷപ്പെടുത്താറുണ്ട്. അതല്ല ഇവിടുത്തെ ഒരു സാഹചര്യം. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത്. ഈ മാലിന്യം എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ളത് ഈ സർജിക്കൽ വേസ്റ്റുകൾ, അതായത് സർജറി നമ്മുടെ കൈയും കാലും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ആ അവശിഷ്ടങ്ങൾ, മാത്രമല്ല മെഡിക്കൽ അവശിഷ്ടങ്ങളാണ് ഉള്ളത്. മറ്റൊന്ന് ഹോട്ടലുകളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ, പിന്നീട് ഡ്രൈനേജ് മാലിന്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്തിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ആരോഗ്യസ്ഥിതി തന്നെ വളരെ ഗുരുതരമാണ്. നേരത്തെ ഇവിടെ മറ്റു പ്രതിരോധ ഗുളികകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്ര കണ്ട് മെഡിക്കൽ വേസ്റ്റുകളാണ് ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. അത് പരമാവധി ഇവർ നീക്കം ചെയ്യുന്നു. നഗരസഭയിലെ ജീവനക്കാരൊക്കെ എത്തി പരമാവധി അത് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി ജീവനക്കാരും JCB ഒക്കെ ഉപയോഗിച്ച് അത് നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ സ്കൂബ ഡൈവേഴ്സ് സംഘം ഇതിനകത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് ഡൈവ് ചെയ്ത് പോകണമെങ്കിൽ വെള്ളം വേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ഒരു കുറവ്, അതായത് രാവിലെ ശക്തമായ മഴ പെയ്ത ആ സമയത്ത് ഇതിനൊരു ശക്തമായിട്ടൊരു ഒഴുക്കുണ്ടായിരുന്നു. ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മഴ ഇപ്പോൾ ഒരു അല്പം മാറി നിൽക്കുകയാണ്. ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഒഴുക്കും നിന്നിട്ടുണ്ട്.
പക്ഷെ എങ്കിൽ പോലും ഈ ഒരു രാത്രി എന്നുള്ള ഒരു സാഹചര്യം, അതായത് ലൈറ്റ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ടണലിനകത്തേക്ക് കയറണമെങ്കിൽ അതിൽ ആ ഒരു ലൈറ്റ്, അതായത് അവരുടെ നെറ്റിയിലുള്ള ഒരു ചെറിയ ലൈറ്റ് കൊണ്ട് മാത്രം അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. മാത്രമല്ല ഈ സ്കൂബ ഡൈവേഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നൊരു കാര്യം, ഇവർ മാസ്ക് സ്ഥാപിച്ചിട്ടാണ്, ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ധരിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷെ അതിനകത്തേക്ക് പോലും ഈ ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്കത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതായാലും രാത്രിയിൽ ഒരു 6:30 മണിക്ക് ശേഷം ഈ സ്കൂബ ഡൈവേഴ്സിന് സ്കൂബ് ചെയ്യാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തുടരുകയാണ്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട്, സ്കൂബ ഡൈവേഴ്സിന്റെ ടീം, മറ്റുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടിയാലോചന നടത്തുകയാണ് നിലവിൽ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ നിലവിൽ രാത്രിയിലത്തേക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഒന്ന് വെളിച്ചത്തിന്റെ പ്രശ്നം, മറ്റൊന്ന് മാലിന്യത്തിന്റെ പ്രശ്നം. ഈ ടണലിനകത്തേക്ക് കയറുക എന്നുള്ളത് വലിയ രീതിയിലുള്ള അത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ചെളി, അതായത് ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ടണലിനകത്ത് ചെളി കുമിഞ്ഞുകൂടി കിടക്കുകയാണ്, പാറക്കല്ലുകൾ മറ്റും ഉണ്ട്, വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുമ്പോൾ അതിൽ ജോയി ഉണ്ടെങ്കിൽ അത് തനിയെ പൊങ്ങി വരുന്നൊരു സാഹചര്യം ഒക്കെ, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആദ്യം ഈ ടണലിന്റെ ആദ്യ ഭാഗം പരിശോധിച്ചു, പിന്നീട് 5ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തി പരിശോധിച്ചു, പിന്നീട് 3ാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിന് അവിടെ എത്തി പരിശോധന, അതിന്റെ സാധ്യതകളും മറ്റും തേടിയിരുന്നു. ഇപ്പോൾ ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതിന് ശേഷം അതിന്റെ സാധ്യതകൾ ഉൾപ്പെടെ നിലവിൽ പരിശോധിക്കുകയാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്ന ഒരു കാര്യം. മാലിന്യം നീക്കം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സ്കൂബ ഡൈവേഴ്സിന് മറ്റ് പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയും. ഏതായാലും ഈ ജോയി ഈ ഒഴുക്കിൽ പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. 8 മണിക്കൂർ കൃത്യമായി പറയുകയാണെങ്കിൽ രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 8 മണിക്കൂറോളം പിന്നിട്ടു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഈ സംഘം പരിശോധിക്കുകയാണ്. ഈ വേസ്റ്റുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും നീക്കം ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, രശ്മി തുടരുക. പ്രജിത്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത, നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഇതുവരെയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായി വെളിച്ചം കിട്ടാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള പ്രതിസന്ധി, എന്നിരുന്നാൽ കൂടിയും താൽക്കാലികമായി ലൈറ്റുകൾ സ്ഥാപിച്ച് ഈ ഒരു രക്ഷാപ്രവർത്തനം നടന്നു വരികയായിരുന്നു. പക്ഷേ ഫലം ഉണ്ടായിട്ടില്ല ഇതുവരെയും. അങ്ങനെയാണെങ്കിൽ പ്രജിത്ത, ഇനിയുള്ള ഒരു സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? രക്ഷാദൗത്യ ആളുകളുടെ മുമ്പിൽ ഇനി എന്തൊക്കെ സാധ്യതകളാണ് അവരുടെ മുന്നിലുള്ളത്? ഈ ഒരു കാര്യത്തിൽ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ 3ാം നമ്പർ പ്ലാറ്റ്ഫോമില് ഗ്രിൽ സ്ഥാപിച്ചിരിക്കുന്നത്, ഗ്രില്ല് സ്ഥാപിച്ച ആ ഇടം വരെ അതിനപ്പുറത്തേക്ക് ജോയി പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. അപ്പോൾ ആ രീതിയിലാണ് ഈ ഗ്രില്ലിന്റെ ഭാഗത്ത് വരെ പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ആദ്യഘട്ടത്തിൽ 30 മീറ്റർ പരിശോധന, പിന്നീട് 10 മീറ്റർ കൂടി അവർ ഈ മാൻഹോളിന്റെ അടുത്തുള്ള ഭാഗം വരെ എത്തിയിരുന്നു. അതായത് ഈ മാൻഹോളിൽ നിന്ന് പരിശോധന നടത്തുന്ന സംഘത്തിന്റെ ടോർച്ച് ലൈറ്റ് കാണാൻ കഴിയുന്ന ദൂരം വരെ അവരെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂബ ഡൈവിംഗ് ടീമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 40 മീറ്ററോളം അവിടെ എത്തിയിരുന്നു. അതിനുശേഷം പിന്നീടും കുറച്ച് ദൂരം കൂടി പോയാൽ മാത്രമേ ആ മാൻഹോളിന്റെ അടുത്ത് വരെയുള്ള ഭാഗത്തേക്ക് ഈ സംഘത്തിന് എത്താൻ കഴിയുള്ളൂ. പക്ഷേ അത് വീണ്ടും മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അങ്ങനെയൊരു കുറച്ച് ദൂരം കൂടി അഡ്വാൻസ് ആയിട്ട് ഈ സംഘത്തിന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുക. ഇതിനോടൊപ്പം തന്നെ ഈ ഗ്രില്ല് സ്ഥാപിച്ചിരുന്നെങ്കിലും ശരി, ഏതെങ്കിലും കാരണവശാലും ഈ ജോയി മറ്റു ഭാഗത്തേക്ക്, അതായത് മാൻഹോളിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗത്ത് കൂടി ഈ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് പോയിട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടിയാണ് വൈകുന്നേരത്തോടെ ടണലിന്റെ മറുഭാഗത്ത്, അതായത് റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്ത് ടണലിന്റെ 2ാമത്തെ ഓപ്പണിംഗിന്റെ ഭാഗത്തേക്ക് ഈ സ്കൂബ ടീം അംഗങ്ങൾ പോവുകയും, പക്ഷേ അവർ പോയി ആ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചെങ്കിലും അധിക ദൂരം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. നേരത്തെയുള്ള ഭാഗത്തിന്, അതായത് തുടക്ക ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ ദുഷ്കരമായ സാഹചര്യമാണ് അവിടെ നിന്നായിരുന്നു തിരിച്ചു വന്ന
ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനുശേഷമാണ് വീണ്ടും ഒരു 10 മീറ്റർ കൂടി ആദ്യം ഈ തമ്പാനൂർ ഭാഗത്ത് കൂടി പരിശോധന നടത്തിയ ഭാഗത്ത് കൂടി തന്നെ തിരിച്ചു കയറാൻ അവർ തീരുമാനിച്ചത്. അപ്പോൾ നിലവിൽ ഇത് എവിടെയും വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സാഹചര്യം. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലാണ് നിലവിൽ ഈ സ്കൂബ ടീം അംഗങ്ങളുള്ളത്. കാരണം രാത്രിയായാൽ നേരത്തെ രശ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഏറെ നേരം ആ തെരച്ചിൽ തുടരാൻ സ്കൂബ ടീം അംഗങ്ങൾക്ക് സാധിക്കില്ല. അത് വെളിച്ചത്തിന്റെ കുറവുണ്ട്. അവർക്ക് മുന്നോട്ട് പോകുന്നതോറും ഈ ഇതിന്റെ വീതിയൊക്കെ കുറയുന്നതും അല്ലെങ്കിൽ പലയിടത്തും പല ഹൈറ്റുമൊക്കെ വരുന്നതിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പരിശോധന രാത്രിയിലും തുടരുക എന്നത് ദുഷ്കരമാണ്. കുറച്ചു നേരം കൂടി ഈ പരിശോധന തുടരും. അതിനുശേഷം പരിശോധന അവസാനിപ്പിക്കാനാണ് നിലവിലുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഈ പരിശോധന ഇത്ര നേരം കഴിഞ്ഞിട്ടും ഈ ജോയിയെ കണ്ടെത്താൻ കഴിയാത്തതൊരു വെല്ലുവിളിയാണ്. നേരത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പ്രജിത്ത്, അത് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വെല്ലുവിളികൾ നേരിടുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള രക്ഷാപ്രവർത്തനത്തെ കൂടി ബാധിച്ചിരിക്കുകയാണ്. ഇനി രക്ഷാപ്രവർത്തനം തുടരണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതിനുവേണ്ടി അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിനായി ഒരു കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും മറുവശത്ത് എത്രയും പെട്ടെന്ന് ആ ഒരു രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്കകളും മറുവശത്ത് ഉണ്ടാകുന്നുണ്ട്.